ഇന്നത്തെ വീഡിയോ പുതിയതായി ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നിട്ടുള്ള ടീച്ചർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. പുതിയ ടീച്ചർമാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റ് തന്നെയാണ്. ക്ലാസ്സിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു, അതേസമയം ക്ലാസ്സിൽ ഡിസിപ്ലിൻ ഇല്ല എന്ന് മാനേജ്മെന്റ് കംപ്ലൈന്റ് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഡെമോ ക്ലാസ് ഒക്കെ നല്ല അടിപൊളിയായി എടുത്തിട്ടുണ്ടാവാം, പക്ഷേ ക്ലാസ് നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ക്ലാസ് റൂം കൺട്രോൾ ഇല്ലാത്ത ഒരു ടീച്ചറെ മാനേജ്മെന്റ് അധികകാലം വെച്ചോണ്ടിരിക്കോ? ഇല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പുതിയ ടീച്ചർമാർ എന്ത് ചെയ്യും? എന്താണ് ഇതിനൊരു പരിഹാരം? നമുക്ക് നോക്കാം. നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്ത് ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ച് ഒരു ഏകദേശ ഐഡിയ കിട്ടുമല്ലോ. ശരിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടും. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും വികൃതിയായിട്ടുള്ള 2 കുട്ടികളെ നിങ്ങളുടെ അടുത്തേക്ക് വിളിക്കുക. എന്നിട്ട് അവരുടെ പുറത്തുണ്ടല്ലോ ഇങ്ങനെ ഒരു 2-3 അടിയൊക്കെ കൊടുക്കുക. അതായത് അവർക്ക് വേദനിക്കുന്ന രീതിയിലല്ല, അത്യാവശ്യം ഒരു സൗണ്ട് ഉണ്ടാവുന്ന രീതിയിൽ ഒന്നിങ്ങനെ അടിക്കുക. അടിച്ച് നിങ്ങൾ പറയാ, നിങ്ങൾ രണ്ടാളും മിടുക്കന്മാര് തന്നെയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വേറെ ലീഡർ ഉണ്ട്, പക്ഷേ എന്റെ ക്ലാസ്സിൽ എന്റെ പീരീഡ് ഈ ഒരാഴ്ച നിങ്ങൾ 2 പേരും ലീഡർ ആവണം. ആരെങ്കിലും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വികൃതി കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവരുടെ പേര് പറയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതുകൂടാതെ വേറൊരു കാര്യം കൂടി അവരെ ഏൽപ്പിക്കുക. എന്താണെന്ന് വെച്ചാല് നിങ്ങൾ എടുക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് നിങ്ങൾ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഇത് ഇന്ന് വീട്ടിൽ പോയിട്ട് നന്നായിട്ട് വായിക്കാൻ വേണ്ടി പഠിക്കുക. എന്നിട്ട് നാളെ രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് എന്റെ പീരീഡ് നിങ്ങൾ ഇത് ഒച്ചത്തിൽ ക്ലാസ് മൊത്തം കേൾക്കുന്ന രീതിയിൽ വായിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ വായന എത്രത്തോളം നന്നായിട്ടുണ്ടോ അതിനനുസരിച്ച് ഞാനും ബാക്കി കുട്ടികളൊക്കെ ചേർന്നിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു മാർക്ക് തരും. അതായത് 10ൽ 10 അല്ലെങ്കിൽ 10ൽ 9, 10ൽ 4, അത് നിങ്ങൾ വായിക്കുന്നതിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുക. എന്നിട്ട് ഈ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡൊക്കെ തരും. ഇങ്ങനെയൊക്കെ നിങ്ങൾ കുട്ടികളോട് പറയാ. ഇതൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, കാരണം അവർ ചെറിയ കുട്ടികളാണ്. ഒരാഴ്ച നിങ്ങൾ ഈ സംഭവം തുടർന്നു കൊണ്ടുപോവുക. നിങ്ങൾ ഈ കുട്ടികളെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക, കോൺഫിഡന്റ് ആക്കുക. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾ പുതിയ ടീച്ചർമാർക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ പഠിക്കാൻ കുറച്ച് പിറകിലേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ വായിക്കാൻ അത്രയ്ക്കൊന്നും പറ്റാത്ത കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഇങ്ങനെ വായിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ പഠിപ്പിക്കേണ്ട ഒരു ഡ്യൂട്ടി കൂടി ഈ വികൃതി കുട്ടികളായ ഈ ലീഡർമാരുണ്ടല്ലോ അവരെ ഏൽപ്പിക്കുക. അതായത് അവര് വായിച്ചിട്ടുണ്ടാവുമല്ലോ, ഓരോ പാരഗ്രാഫ് എല്ലാ ദിവസവും അവർ വായിച്ചിട്ട് വരുന്നുണ്ട്. ആ പാരഗ്രാഫ് ഈ വായിക്കാൻ പറ്റാത്ത കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി ഈ കുട്ടികളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ഒരു ജോലിക്ക് നിങ്ങൾ ഈ കുട്ടികൾക്ക് പോയിന്റ്സും അതുപോലെ റിവാർഡും ഒക്കെ ഏർപ്പെടുത്തണം, എന്നാലേ അവർക്ക് ഇതിനൊരു താല്പര്യം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കുന്ന സമയത്ത് നല്ല ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കണം നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നത്. അതായത് ടീച്ചർമാരും കുട്ടികളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം. അതായത് നിങ്ങൾ കുട്ടികളോട് പറയണം, നമുക്ക് നോക്കാലോ ആരാണ് ഇതിൽ നന്നായിട്ട് വായിക്കാൻ പഠിപ്പിക്കുന്നത്, ഏത് കുട്ടിയാണ് നന്നായിട്ട് വായിച്ചു വരുന്നത്, നമുക്ക് നോക്കാലോ. ഇങ്ങനെ പറയുമ്പോൾ വായിക്കാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മനസ്സിലും വായിക്കാൻ പഠിക്കേണ്ട കുട്ടികളുടെ മനസ്സിലും ഒരു വാശിയും ഒരു മോട്ടിവേഷനും ഒക്കെ ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെ മോനെ എന്ന് തന്നെ വിളിക്കാൻ ശ്രമിക്കുക. അതേസമയം നിങ്ങൾ കുട്ടികൾക്ക് ഓരോ കാര്യവും നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് നല്ല വ്യക്തതയോടെ പറയാൻ ശ്രമിക്കണം. ആ സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വോയിസ് തന്നെ ഉപയോഗിക്കണം. അപ്പൊ ടീച്ചർ നല്ല ഫ്രണ്ട്ലിയും ആണ്, അതേസമയം കൺട്രോൾ ചെയ്യേണ്ടടുത്ത് കൺട്രോൾ ചെയ്യുകയും ചെയ്യും എന്നൊരു തോന്നലും കുട്ടികൾക്ക് ഉണ്ടാവണം. അതേസമയം നിങ്ങൾ ചാപ്റ്റർ പഠിപ്പിക്കുന്ന സമയത്ത് റോൾ പ്ലേ, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ആക്ടിവിറ്റി ടീച്ചിങ് ഇതൊക്കെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തണം. ഇപ്പോഴാണെങ്കിൽ പഠിപ്പിക്കുന്ന എന്ത് കാര്യത്തിനെ കുറിച്ചുള്ള വീഡിയോയും ഓഡിയോയും ഒക്കെ നിങ്ങൾക്ക് മൊബൈൽ വഴിയോ ലാപ്ടോപ്പ് വഴിയോ ഒക്കെ കുട്ടികളെ കാണിച്ചു കൊടുക്കാലോ. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ടീച്ചർമാരോട് എനിക്ക് പറയാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും വേറെ വേറെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. സ്കൂളിലെ ടെൻഷൻ വീട്ടിലേക്കും വീട്ടിലെ ടെൻഷൻ സ്കൂളിലേക്കും കൊണ്ടുവരാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പൊ ജോയിൻ ചെയ്ത ടീച്ചർമാർ എല്ലാവരും നന്നായിട്ട് പഠിപ്പിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.